ഇനി നവകേരള സദസ്സ് ചർച്ച ചെയ്ത വിഷയത്തോടുള്ള വടകരയുടെ പ്രതികരണം എന്താണ് എന്ന് കൂടി നോക്കാം. സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ പിടിച്ച് ഞെരുക്കുകയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടുള്ള സദസ്സുകളാണ് നവകേരള സദസ്സിൽ ഉടനീളം. അത് വടകരയിലും അതേ രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. അതിന്റെ കാരണം അപ്പോൾ ആരാണ്? സംസ്ഥാന സർക്കാരാണോ അതോ കേന്ദ്ര സർക്കാരാണോ? വടകര പറയുന്ന ഉത്തരം എന്താണ്? നവകേരള സദസ്സിൽ പറഞ്ഞതുപോലെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിനെതിരായ ഒരു ഉത്തരമാകും. വടകര പറയുന്ന ഉത്തരം അത്ഭുതപ്പെടുത്തുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് അഭിപ്രായപ്പെടുന്നവർ 48.3%. നോക്കൂ, 48.3% ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് എത്രയാണെന്നറിയാവോ? 26.5%. അതായത് വളരെ സ്ട്രോങ് ആയ ഒരു ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് വടകരയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മുരളീധരന് ഗുണമാകുമോ എന്നറിയാൻ ഇനിയും പല ചോദ്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കണക്ക് ഈ പറയുന്ന സർക്കാരിനോട് എതിർപ്പ്, ആ സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിനോട് എതിർപ്പ്, അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് എനിക്ക് അവിടെ ഒരു ഡിഫറൻറ്റ് റീഡിംഗ് ഉണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് ഡയറക്റ്റ് ആൻസർ കൊടുക്കുന്നവരാണ് 26.5%. സംസ്ഥാന സർക്കാരിനെ പഴിക്കുന്ന ആളുകൾ അത് 48.3%. അതിന്റെ ഒരു റീസൺ കേന്ദ്രത്തോട് ഈ പണം വാങ്ങിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യമാകും. കാരണം കോടതിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ കേന്ദ്രവുമായി ചർച്ച ചെയ്യുമെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. നമ്മുടെ ചോദ്യം വളരെ വ്യക്തമാണല്ലോ. കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം എന്താണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ? അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന് പറയുമ്പോൾ സുജയ പറഞ്ഞൊരു ഫാക്ടർ കൂടിയുണ്ട്. വേണ്ടത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുകൂടി വേണമെങ്കിൽ അതിൽ വരാം. അപ്പോഴും ഈ പറയുന്ന ക്ഷേമ പെൻഷന്റെ പ്രശ്നം, ഈ പറയുന്ന അവശ്യ സാധനങ്ങളുടെ ലഭ്യത കുറവ്, വിലക്കയറ്റം, അതുപോലെ തന്നെ മരുന്നുകളുടെ ലഭ്യത കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാമായിരുന്നു, ആ കിട്ടിയത് എന്തുകൊണ്ട്, കിട്ടാനുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചു വാങ്ങുന്നില്ല എന്നതിനപ്പുറം ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് എഗെയിൻസ്റ്റ് ഗവൺമെന്റ് ആണ് എപ്പോഴും വിജയിച്ചില്ല. ഞാനിത് പറയാനുള്ള കാരണം അറിയില്ല. കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന 25% അവർ ഈ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാത്തതിന്റെ ഒരു കാരണം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന സംശയം. അത് കേന്ദ്രം കൊടുക്കാത്തതാണോ, സംസ്ഥാനം ചോദിക്കാത്തതാണോ, അവഗണനയാണോ? അത് വിവേചിച്ചറിഞ്ഞ് കൃത്യമായ യെസ് ഓർ നോയിലേക്ക് എത്താൻ കഴിയാത്ത 25% ആളുകൾ വടകരയിലുണ്ട്. അതുകൊണ്ട് ഇത് അഡ്വാൻറ്റേജ് കെ മുരളീധരൻ എന്ന് പറയാൻ കഴിയാത്ത ഒരു ഘട്ടമുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ പരാജയം എന്ന് പറയുന്ന വടകരക്കാർ കേന്ദ്ര ഏജൻസികളെ കുറിച്ചാണ് പിന്നെ കൂടുതലും നവകേരള സദസ്സും അല്ലാത്ത പക്ഷം LDFും UDFും ഒരേപോലെ സംസാരിച്ചു കൊണ്ടിരുന്നത് കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നു എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ്. അങ്ങനെ ഒരു അഭിപ്രായം വടകരയ്ക്കുണ്ടോ? അതിന്റെ ഡയറക്റ്റ് ആൻസർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആൻസർ വന്നു കഴിഞ്ഞു. ആയുധമാക്കുന്നു കേന്ദ്ര ഏജൻസികളെ ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവർ 33.2%. ഇല്ല എന്ന് പറയുന്നവർ 32.1%. ചെറിയ വ്യത്യാസമാണ്. 1.1% വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഒരു എന്താ പറയുക, വെയിറ്റേജ് ഈ പറയുന്ന EDയെയും CBI ഒക്കെ ഉപയോഗിച്ചിട്ട് കേന്ദ്രത്തിലുള്ള ആളുകൾ കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ പീഡിപ്പിക്കുന്നു. അറിയില്ലാത്തവർ 34.7% ഉണ്ട്. അപ്പോഴും ഈ പറയുന്ന അഡ്വാൻറ്റേജ് ഗോസ് ടു അതുണ്ട് എന്ന് തന്നെ കരുതുന്ന ആളുകളാണ് അവിടെ ഭൂരിപക്ഷം എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി പോകാം. ആയുധമാക്കുന്നു കേന്ദ്ര ഏജൻസികളെ എന്ന് നമ്മൾ ചോദിക്കുന്നു. അതിന് ഉണ്ട് എന്ന് ഉത്തരം പറയുന്നവരാണ് 1% അതിനാണ് മുൻതൂക്കം. അത് അഡ്വാൻറ്റേജ് ടു കെ ശൈലജ ഓർ കെ മുരളീധരൻ. അത് ഉറപ്പായിട്ടും ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. 1% വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ കൂടിയും ആ മനസ്സിലാക്കൽ അത് രാഷ്ട്രീയമായ മനസ്സിലാക്കലാണ്. ആ രാഷ്ട്രീയമായ മനസ്സിലാക്കൽ നിശ്ചയമായും ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിന് തന്നെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്, 12ാമത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം, ഇന്ത്യ മുന്നണി ശിഥിലമാകുന്നതൊക്കെ കണ്ട ഒരു കാലയളവിലാണ് ഈ സർവേ നടക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണി തിരിച്ചുവരവിന്റെ പാതയിലാണ്. എന്നാൽ നമ്മൾ ഈ സർവേ നടത്തുമ്പോൾ ഇന്ത്യ മുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിതീഷ് കുമാർ അടക്കം വിട്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ നടത്തിയ സർവേയിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ പിടിക്കുമോ എന്ന ചോദ്യത്തിന് എന്താണ് വടകര നൽകുന്ന ഉത്തരം? മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമോ? നോക്കൂ, വലിയ നേട്ടമുണ്ടാക്കുമെന്ന 10.4% പേരും മെച്ചപ്പെട്ട പ്രകടനമെന്ന 31.0% പേരും അഭിപ്രായപ്പെടുമ്പോൾ 41.4% പേർക്ക് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. അതേസമയം 49% ആളുകൾ ഒരു മാറ്റവും ഉണ്ടാക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഞാനിവിടെ വെയിറ്റേജ് കൊടുക്കുക ഈ മുന്നണിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടു വരും, അതിനുള്ള രാഷ്ട്രീയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. അത്തരത്തിലൊരു പ്രതിപക്ഷ ഐക്യനില രൂപപ്പെട്ടു വരേണ്ടതുണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ 41% ഉണ്ട് എങ്കിൽ എഗെയിൻ ദാറ്റ് അഡ്വാൻറ്റേജ് ഗോസ് ടു കെ ശൈലജ. യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ LDF. വടകരയിൽ ആര് ജയിച്ചാലും ഇന്ത്യ ബ്ലോക്കിനാണ് ആണ്. അപ്പൊ അവിടെ അങ്ങനെ ഒരു മുന്നണി ഇന്ത്യ ഭരിക്കട്ടെ എന്ന് ആലോചിക്കുന്നു.
രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദിക്ക് മുകളിൽ കാണുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മോശമായി കാണുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ ദാറ്റ് ഡെഫിനറ്റ്ലി ഗോസ് ഒരു 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 എന്താ പറയുക ഒരു പ്രോ വേവ് ടു ശൈലജയാണ്, യാതൊരു സംശയവും. അതായത് TP കേസ് അതിന്റെ വിധി ഹൈക്കോടതിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സർവേ നടത്തുന്ന അവസരത്തിൽ അത് ഉണ്ടായിരുന്നില്ലെങ്കിലും ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധിയിൽ 2 CPIM-ന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളാണെങ്കിലും അവർ കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നു. ഇന്നലെ വളരെ നാടകീയമായി ജ്യോതിബാബു ആംബുലൻസിൽ കോടതിയിലേക്ക്, മാറാട് പ്രത്യേക കോടതിയിലേക്ക് എത്തുന്നു, സ്ട്രെച്ചറിൽ തിരികെ കൊണ്ടുപോകുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം പോകുന്ന നേതാക്കൾ തന്നെയാണ്. അതെ, ഒപ്പം പോകുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അങ്ങനെ പാർട്ടി തന്നെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം അത് ദൃശ്യങ്ങളായി, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ്. KK രമ അടക്കമുള്ളവർ, N വേണു അടക്കമുള്ള ആളുകൾ അതൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് K മുരളീധരന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കില്ലേ? അല്ല, അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ പല ഘടകങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുക. ഇപ്പോൾ KK ശൈലജ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് മാറ്റേഴ്സ്, യാതൊരു സംശയവും വേണ്ട. അത് ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് അവസാന ഘട്ടത്തിൽ നമുക്കത് വിശദീകരിക്കാം, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വരിക എന്നുള്ളത്. ശൈലജയ്ക്ക് അനുകൂലമായിട്ടാണോ ആ വടകരയിലെ മനസ്സ് വോട്ടർമാർ ചിന്തിക്കുന്നത് എന്നുള്ളത് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലൂടെ നമുക്ക് വ്യക്തമാകും. 2 ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഈ വിശകലനത്തിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.